സൽമാൻ അസരി ഉസ്താദ് മാഷാഅല്ലാഹ് റേഡിയോയിൽ നല്ല കണ്ടമാനം ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബോധയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഈ ധർമ്മ വിപ്ലവത്തിന് മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ബറക്കത്ത് കൊണ്ട് കരുത്തും ഹിമ്മത്തും പകരട്ടെ. ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ അധിക സമയം മൈക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ലൈവ് കേട്ട് ഒരുപാട് സമയം നിങ്ങൾ ക്ലാസ് റൂം ശ്രമിച്ച ആളുകളാണ്. ഞാൻ ഇന്ന് നടന്ന ഒരു നിലക്കും ന്യായീകരിക്കാൻ സാധിക്കാത്ത കുറെ ഒഴിവാക്കുകൾ വിളിച്ചു പറഞ്ഞ് കൊച്ചിയുടെ മണ്ണിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കിയ കേരളത്തിലെ എടുക്കാത്ത നാണയമായി മാറിക്കൊണ്ടിരിക്കുന്ന ആലുവ ത്വരീഖത്ത് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച കളരിക്കൽ യൂസുഫ് അയാളുടെ കൂട്ടാളികളും നടത്തിയ മാമാങ്കത്തെക്കുറിച്ച് ഒരു ചെറിയ അവലോകനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ആദർശം നഷ്ടപ്പെട്ട് പ്രത്യേകിച്ചൊരു ആദർശവും കയ്യിലില്ലാതെ ഇപ്പോ പഴയ മാറ്റർ വീണ്ടും പൊടി തട്ടി പാടിക്കൊണ്ടിരിക്കുന്ന പരിതാപകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഫദലുള്ള വലിയോറ പ്രസംഗിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഫദലുള്ള വലിയോറയുടെ വയനാട് പ്രസംഗം ഞാൻ കേട്ടിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധയോടുകൂടെ ഫദലുള്ളാന്റെ അടുത്ത പ്രസംഗം കേൾക്കുന്നത് ഇന്ന്. ഞാൻ അന്ന് കേട്ട ഹറഫം ബി ഹറഫ്, ലഫളം ബി ലഫള്, കലിമത്തം ബി കലിമ അങ്ങനെ തന്നെ കോപ്പി പകർത്തി ഇവിടെ പ്രസംഗിക്കുന്നതാണ് കേൾക്കാൻ സാധിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇങ്ങനൊരു പരിപാടി നടത്താൻ ആയിരക്കണക്കിന് ഉറുപ്പ്യ മുടക്കി വേങ്ങരെന്ന് ഫദലുള്ള വലിയൊരു വേങ്ങര സമാനായിട്ട് കുത്തുബുസമാന്റെ വേങ്ങരുള്ള ഖലീഫ മൂപ്പരല്ലേ, വേങ്ങര സമാനായിട്ട് മൂപ്പര് കൊടുന്നൊരു വണ്ടി വിളിച്ച് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അയാളുടെ ആ വയനാട് പ്രസംഗത്തിന്റെ CD
അവിടെ ഒന്ന് പ്ലേ ചെയ്തിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അത്രയും പഴയ ആ മാറ്റർ അത് അപ്പടി അങ്ങനെ തന്നെ പാടിയത്. പരിപാടി നടത്താതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കാരണം എന്താ, മീൻ കച്ചവടം നടത്തുന്നു പിടിച്ചിടുന്നാണ്ട് ഖലീഫയും മുരീദും ആക്കി വെച്ച കുറെ ആൾക്കാരില്ലേ, അവര് തൃപ്തിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറയൽ ആവശ്യമാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് മതി. കുറച്ചൊരു ബോധമുള്ള വളരെ കുറഞ്ഞ ചില ആളുകളതിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് തടി തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇസ്മായിൽ ഓലിയാര് അതിലുണ്ടല്ലോ, റഹീമോലിയാര് അതിലുണ്ടല്ലോ എന്നൊക്കെയാണ് ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങളായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരാളെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ നമ്മൾ ആ ആളെ കുറിച്ച് അറിയാനുള്ള നമ്മുടെ ഏറ്റവും എളുപ്പമായ വഴി, അറബിയിൽ അതിനൊരു പദ്യമുണ്ട്, അതെനിക്കാണ്ട് അതിന്റെ തലഭാഗം എനിക്ക് ഓർമ്മയാണില്ല. ഫസൽ അൻ ഖരീബിഹി എന്ന് പറഞ്ഞിട്ട് അല്ലെ, ഫസൽ അൻ ഖരീനിഹി എന്ന് പറഞ്ഞിട്ട് അതിന്റെ തലഭാഗം എനിക്കുണ്ട്, ഓർമ്മയിൽ കിട്ടുന്നില്ല. അതായത് ഒരു മനുഷ്യനെ കുറിച്ച് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫസൽ അൻ ഖരീനിഹി, അവന്റെ ഖരീനിനെ കുറിച്ച് നീ അന്വേഷിക്കുക എന്ന് അറബിയിൽ ഒരു പൊതുവെ ഒരു തത്വമുണ്ട്. എല്ലാരും പറയുന്നത് തന്നെയാണ്. ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ സ്വഭാവം, അയാളുടെ ജീവിത ചുറ്റുപാടുകൾ അറിയണമെങ്കിൽ അയാളുടെ അടുത്ത കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദീൻ, അല്ലേ? അതെ, എല്ലാ കൂട്ടുകാരും ആരോടാണോ ഇവൻ സഹവസിക്കുന്നത് ആ ആളോട് അടുത്തുകൊണ്ടിരിക്കും, അവനോട് തുല്യനായിരിക്കും. ഏത് വിഷയത്തിലും ആ സ്വഭാവമൊക്കെ അവന്റെ അടുത്തുണ്ടാവും. അവൻ തുറന്നുകൊണ്ടേയിരിക്കും. ഇസ്മായിൽ മുസ്ലിയാര് നല്ലൊരു മൂല്യരായിട്ടാണ് ആളുകൾ പരിചയപ്പെട്ടിരുന്നത്. കാരണം അന്ന് അയാൾ ദാറുൽ ഹുദയിലായിരുന്നു. ദാറുൽ ഹുദയിൽ അവിടെ ഇരിക്കണമെന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ് സമസ്തന്റെ സെക്രട്ടറി സൈനുൽ ഉലമ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ നദ്വി ഉസ്താദാണ്. അപ്പൊ ഈ ദാറുൽ ഹുദയുടെ പരിസരത്ത് അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അവിടെയുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും അയാളുടെ നന്മ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇന്ന് ഇസ്മായിൽ മുസ്ലിയാരൊക്കെ ആകെ മാറിയിരിക്കുന്നു. അയാളാകെ മാറിയിരിക്കുന്നു. നമ്മൾ മുമ്പ് കണ്ടിരുന്ന ആ ഉസ്താദൊന്നും അല്ല ഇപ്പൊ ഇസ്മായിൽ ഉസ്താദ് നോക്കിയാണ്. ഇപ്പോ ആലുവ കൂടാരത്തുനിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ആളുകളുടെ ഇപ്പോഴത്തെ ഭാഷ്യം അങ്ങനെയാണ്. അവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഇയാൾ ദാറുൽ ഹുദയിൽ പോയിട്ട് പിന്നെ ഇയാൾ പോയത് ആലുവ യൂസുഫ് സുൽത്താൻ അടുത്തേക്കല്ലേ. ഇപ്പൊ മൂപ്പർക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എന്താ, ഇപ്പൊ മൂപ്പരെ കമ്പനി ക്ലോസ് ഫ്രണ്ട് ആരാണ്? ഒന്ന് അബ്ബാസ് പൈസ വഹിക്കാറാണ്. ഓ കൂർക്കം വഹിക്കലും കൂടി ചിലപ്പോ തെറിയിക്കാരം. അതാണ് അബ്ബാസ് വഹിക്കളവ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ രണ്ടാമത് ഇസ്മായിൽ ഓലിയാരെ ക്ലോസ് ഫ്രണ്ട് ആരാ? ഇസ്മായിൽ ഓലിയാരെ ക്ലോസ് ഫ്രണ്ട് നമ്മളെ ഫദലുള്ള വഴിയോരാണ്. ഫദലുള്ള വഴിയോറ ഉസ്താദിനെതിരെ വാളെടുത്തിട്ടാണ് ഷൈൻ ചെയ്യാൻ നടന്നിരുന്നത്. ഞാൻ അവനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഫദലുള്ള വഴിയോറിന്റെ ഇൽമും കഴിവും അതൊക്കെ ഫദലുള്ള പൈസ വഴിയോറിന് അറിയുന്ന ആളുകൾക്കൊക്കെ നല്ലോണം അറിയാം. അബ്ബാസ് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന മേറ്റർ വിളിച്ചു പാടാൻ പടക്കപ്പെട്ട ഒരു സാധുവാണ് ഫദലുള്ള പൈസ വലിയോറ എന്ന് പറഞ്ഞ ഈ സാധനം. അതുകൊണ്ട് തന്നെ അബ്ബാസ് പൈസ ഉള്ളൊരു വേദിയിൽ ഫദലുള്ളക്ക് പ്രസംഗിച്ചാൽ കാണുക ഇടക്കിടക്ക് ഇങ്ങനെ പറയും. ഇതിഞ്ഞ് അബ്ബാസ് ഫൈസ് ഉസ്താദ് ഒന്നും കൂടി വിശദമായിട്ട് പറയും. ഇടക്കിടക്ക് പറയും. അബ്ബാസ് ഫൈസ് ഉസ്താദിന്റെ ബാക്കി കാര്യങ്ങളും ഉഷാറായിട്ട് പറയും എന്ന് പറയും. അപ്പൊ എന്താ,
അബ്ബാസ് ഉണ്ടാക്കി കൊടുക്കുന്ന മാറ്റർ പാടാനാണ് സത്യത്തിന് പകരുണ്ടാക്കി കഴിയുള്ളൂ. പറയുന്ന കാര്യമില്ല, ഒരു അവസ്ഥ അതാണ്. അത് കുറ്റപ്പെടുത്തി പറയല്ല. ഓരോ ആളുകൾക്ക് ഓരോരോ ഒരു തോക്കത്തിന്റെ പരിധി ഉണ്ടല്ലോ. മൂപ്പരെ പരിധി അത്രയാണ്. അള്ളാഹു അത്രയും മൂപ്പര് കൊടുത്തിട്ടുള്ളൂ, അത്രയും നമ്മൾ പറയണം. ഇതിനുള്ള പരിധി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഉസ്താദുമാരോട് നല്ല കേൾക്കണം. മൂപ്പരെ കാര്യമായ ഉസ്താദ് പി മുഹമ്മദ് ഫൈസിയാണ്. അള്ളാഹു താല അദ്ദേഹത്തിന്റെ കബറിടം വിശാലമായി കൊടുക്കട്ടെ. പി മുഹമ്മദ് ഫൈസി മുഅ്മിനല്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യലാണ് കാര്യമായിട്ട് ഇപ്പൊ ഫദ്ലുള്ളന്റെ ജോലി. അപ്പൊ പിന്നെ ഫദ്ലുള്ളക്ക് ഉള്ള ഇൽമുകൊണ്ട് തന്നെ എന്താ ഗുണം കിട്ടുക എന്നുള്ളത് ആലോചിച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് നടന്ന അവിടെ കൊച്ചിയിൽ വെച്ച് ഈ കൊച്ചി അങ്ങനെ ആലോചിച്ചത് ഈ കൊച്ചി പോയി പരിപാടിക്ക് ദഅവത്ത് നടത്താനേ കൊണ്ടോട്ടിയിലുള്ള പ്രസംഗത്തിന് മറുപടി കൊച്ചിയിൽ, കോഴിക്കോടുള്ള പ്രസംഗത്തിന് മറുപടി ചെന്നൈയിൽ. ഭയങ്കര സംഭവല്ലേ. ഇവിടെ മുമ്പുണ്ടായിരുന്നു ചില ആൾക്കാർ അഖിലേന്ത്യ ഉണ്ടാക്കി കുടുങ്ങിയിട്ട് പിന്നെ മദ്രാസിലും ബോംബെയിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, കേരളത്തിൽ നാളെ കൊണ്ടുപോയിക്കാണ്ട് പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആലുവക്കാര് ഇപ്പൊ കൊച്ചി ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടോ, യൂസുഫിനെ പോലത്തെ ഒരാൾക്ക് പറ്റിയ മണ്ണാണ് കൊച്ചിയുടെ മണ്ണ്. വടക്കൂറുള്ള മണ്ണാണ്, ബിസിനസിന് പറ്റിയ സ്ഥലമാണ്. ഏത് ബിസിനസ്സും പറ്റും. മൂപ്പർക്ക് ലായിട്ടായ ബിസിനസ്സൊക്കെ തൽക്കാലം കൊച്ചിയിൽ പറ്റും. കേട്ടോടത്തോളം അങ്ങനെയൊക്കെയല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ ആ പരിപാടിയെ കുറിച്ച് മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ തീർത്തും ആഭാസം, ആവർത്തനം. മുൻ മാറ്റർ രണ്ടാമത് CD പ്ലേ ചെയ്യുന്നതിന് പകരം അത് അപ്പടി ഓരോരുത്തരും വിളിച്ചു പ്രസംഗിച്ചു. ഖുതുബുസ്സമാന്റെ മാറ്ററോ സുബ്ഹാന ജല്ല ജലാൽ. ഖുതുബുസ്സമാന്റെ മാറ്റർ ഞാൻ കേട്ടു. ഖുതുബുസ്സമാൻ പഴയ പാട്ടന്നെ. ഏത്? ബ്രിട്ടീഷ് സംഘടന, കബർ പണ്ഡിതന്മാര്, പിന്നെന്താ ദജ്ജാല്, ജൂതന്മാര്. മൂപ്പര മശായിഖന്മാരെ പേരൊക്കെ ഇങ്ങനെ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ പണിയാണ്. ഖുതുബുസ്സമാനാണെങ്കിലും സംഗതിയിൽ ഈ സമാനിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും മൂപ്പര ചവിട്ടിക്ക് എത്തലില്ല എന്നാണ് എന്റെ അറിവ്. 24 മണിക്കൂറും പുരാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും അടയിരിക്കലാണ്, എത്തിക്കാതിരിക്കലാന്നൊക്കെ അടുത്ത മുരീദന്മാരിൽ നിന്ന് കേൾക്കുന്നത്. പക്ഷെ മൂപ്പർക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇരുന്നിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമാനിലുള്ള സംഭവങ്ങളൊന്നും മൂപ്പര കാതിലെത്തുന്നില്ല, മൂപ്പര അറിയുന്നില്ല എന്നാ മൂപ്പര പ്രസംഗം കേട്ടാ തോന്നുക. കാരണം മൂപ്പര് 5 കൊല്ലം മുമ്പ് പ്രസംഗിച്ച അതേ മാറ്ററാണ് മൂപ്പര 10 പ്രസംഗമായിട്ട് കേട്ടത്. ചുരുക്കത്തിൽ ആലുവ കൂടാരത്തിൽ ഇനി അവശേഷിക്കുന്ന ആദർശമായി ഒന്നുമില്ല എന്ന് ഇന്നത്തെ പരിപാടി കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിടെ നടത്തിയ ചില പരാമർശങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഫദ്ലുള്ള നടത്തിയ പ്രസംഗം ഫുൾ എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. ക്ലിയർ കുറവായിരുന്നു. ഷെയ്ഖിന്റെ പ്രസംഗം മനഃപൂർവ്വം ആണ് എന്നാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ബൈലക്സ് അല്ലേ ഇത്, പിന്നെ സമസ്ത SKSFന്റെ ലൈവ് ടീമിനെ പോലെ എവിടേക്ക് ലൈവിന് പോണം എന്ന് ആലോചിച്ച് തലവുന്നായി പിന്നെ നെട്ടോട്ടോടേണ്ട അവസ്ഥയല്ലല്ലോ ഉള്ളത്. അവർക്ക് എന്ന് പറഞ്ഞാല് ഏപ്പിക്കാര റേഞ്ച് പോലെ ഇന്ന് ഒരു ലൈവ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത റമദാനിന്റെ പിറ്റേന്ന് വരെ കാത്തിരിക്കണം അടുത്തൊരു ലൈവ് കിട്ടണമെങ്കിൽ. കാരണം അവരുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒന്ന് വളാഞ്ചേരിയാണ്, പിന്നെ വളാഞ്ചേരിയാണ്, പിന്നെ അടുത്ത കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് വളാഞ്ചേരിയാണ്, പിന്നെ ഒരു 4ാമത്തെ കേന്ദ്രം എന്ന് പറയാനുള്ള അത് വളാഞ്ചേരിയാണ്. ചുരുക്കത്തിൽ റേഞ്ചും കേന്ദ്രവും എല്ലാം വളാഞ്ചേരി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു പരിപാടി വളാഞ്ചേരിയില് 4 മാസം കൂടിന്റെ ഇടയ്ക്കെങ്കിലും 4 മാസം കൂടിന്റെ അപ്പുറത്തെങ്കിലും ഒരു പരിപാടി നടത്തിയാൽ ആളുകൾ എന്താ വിചാരിക്കുക? അപ്പൊ ഈ അവസ്ഥയിലാണ് അവരുള്ളത് ചുരുക്കത്തിൽ. അതുകൊണ്ട് തന്നെ ലൈവ് കൊടുക്കാൻ പരിചയക്കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആയിരിക്കും എന്നൊക്കെയാണ് തുടക്കത്തില് കളരിക്കൽ യൂസുഫ് സംസാരിച്ചപ്പോ ഞാൻ കരുതിയിരുന്നത്. ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങളെന്താ അത് ക്ലിയർ ആക്കാത്തത്? ഇതെന്താ കഞ്ചാവ് അടിച്ച മാതിരിയുള്ളൊരു വർത്താനാണല്ലോ, തൊള്ളയിലിരുന്നില്ലല്ലോ, ശരിക്കും മനസ്സിലാണല്ലോ, നാവ് കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ ഒക്കെ ഞാൻ അവരോടൊന്ന് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പൊ അതിനൊന്നൊരു മറുപടി ഒന്നും ഉണ്ടായില്ല.
അത് പിന്നെ ഇങ്ങനെ നമ്മളെ കുറെ പേര് വിളിച്ചു. അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. 15-ാം വയസ്സിൽ ബോംബെക്ക് വണ്ടി കയറിയ ഒരാളല്ലേ. ഞാൻ കുറെ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കാട് കയറിയാണ് മൂപ്പര പ്രസംഗത്തിൽ പറയുന്നത്. അത് മൂപ്പര് വലിയ ഉഷാറായിട്ട് പറയുകയും ചെയ്തു. ദീനിന്റെ കാര്യങ്ങൾ ഞാൻ ചെറുപ്പത്തിലെ നാട് വിട്ടു. പിന്നെ ഞാൻ എങ്ങോട്ടും പോയതല്ല, ഞാൻ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കാട് കയറിയാണ്. ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ കാട് കയറുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ജല്ല ജലാലു കേരളത്തിൽ ഈ മദ്രസകളും സ്ഥാപനങ്ങളൊന്നും ഉണ്ടാക്കേണ്ടിണ്ടായിരുന്നില്ല. കാരണം വീരപ്പനാകേണ്ട ഇപ്പൊ വലിയ ആര്യമാണ്. കാരണം മൂപ്പര് കാട്ടിൽ നിന്ന് ഇറങ്ങലില്ലേ അല്ലേ. അവ കുത്തുബുസ്സമാനാകാൻ യോഗ്യ ഇയാളെക്കാണ് ശരിക്കും വീരപ്പൻ. കാരണം എന്താ, കാട്ടിക്ക് ദീനീ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കാട്ടിൽ പോയിട്ട് ദീനീ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ വീരപ്പനല്ല വലിയ ആര്യം. സുബ്ഹാനല്ലാഹ്, ഈ ആദ്യം സഫാത്ത് വിളിച്ചു പോയ. എന്നിട്ട് അത് കേട്ടിട്ട് ഞാൻ ആലോചിക്കണേ, ഫദ്ലുള്ള പൈസ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഗ്യാപ്പിൽ ഈ ഒരു വോയിസ് നിങ്ങളെ കാതിലെത്താൻ സാധ്യത ഉണ്ടെങ്കിൽ, റേഡിയോയിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഔറാദും ദിക്റും എന്നൊക്കെ പറഞ്ഞ മൊബൈലും ഇതൊക്കെ തന്നെയല്ലേ കാര്യമായിട്ട്. ഞാൻ നിങ്ങളോട് കാര്യമായിട്ടൊരു കാര്യമായിട്ട് സ്വകാര്യമായിട്ട് ഫദ്ലുള്ള പൈസയോട് സ്വകാര്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സത്യത്തിൽ ഇയാളെ ഇരുത്തിയാണ് കുത്തുബുസ്സമാൻ കുത്തുബുസ്സമാൻ ശൈഖ് അവർകൾ എന്ന് പറയുമ്പോ ഇത് ചിരി വരലില്ലേ? ഇത് നിങ്ങളോട് സ്വകാര്യമായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. സത്യത്തിൽ നിങ്ങൾക്ക് ചിരി വരലില്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്, ഈ ഫദ്ലുള്ള എന്തായി പറയുന്നത്? കരുതി കൂട്ടി ആരോടോള്ള വാശി തീർക്കാൻ വേണ്ടി പറയണ്ടേ? ചിരി വരൂലേ? ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാണ് കുത്തുബുസ്സമാനാണെന്ന് പറയുമ്പോ ഉറപ്പല്ലേ ചിരി വരും എന്നുള്ള കാര്യം? ഉറപ്പല്ലേ? ഉറപ്പായിട്ട് ചിരി വരൂലേ? ഞാൻ അങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഇത് കേട്ടിട്ട് ഈ മൂല്യന്മാർ മൂല്യന്മാരെന്ന് ഞാൻ പറഞ്ഞില്ല, കുറെ തലയിക്കെട്ടും കേട്ടിട്ട് കുറെ ആൾക്കാർ ഇത് കേട്ട് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുക. കുത്തുബുസ്സമാനാണ് പോയി ഇരിക്കണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. തലന്റെ ഉള്ളില് തലച്ചോറ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് നനവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യൂല. അതൊരു കാര്യമല്ല. പിന്നെ തലയിക്കെട്ട് വലുതായിട്ടോ കുപ്പായം നീണ്ടിട്ടോ പിന്നെ അതുകൊണ്ട് കാര്യമല്ല. വള്ളം പറ്റിക്കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദി പിന്നെ ഈ വ്യാജന്മാരെ തൊട്ട് കള്ള ത്വരീഖത്തുകാര് വ്യാജ ത്വരീഖത്തുകാരുടെ ചെറുനെ തൊട്ട് നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ കാക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അവിടെ നടത്തിയ ചില പരാമർശങ്ങളെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു വിശകലനം നടത്താവുന്നതാണ്. ഫദ്ലുള്ളാഹിന്റെ പ്രസംഗത്തിൽ കാര്യമായി ഉണ്ടായിരുന്നൊരു ആരോപണം, ഇവിടെ പണ്ഡിത സംഘടന രൂപീകരിച്ചത് വലിയ തെറ്റായി പോയി എന്നുള്ളതാണ്. ആലുവക്കാര പ്രസംഗത്തിലുടനീളം മുഴച്ച് നിഴലിച്ച് കേൾക്കുന്ന ഒരു ശൈലിയാണ്. പണ്ഡിത സംഘടന ഉണ്ടാക്കിയത് വലിയ പാതകമായി എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രസംഗം. ഞാൻ ആ പ്രസംഗം പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ UAE തന്നെ നേരെ 11:45. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത് പ്ലേ ചെയ്ത് ചർച്ച നടത്താവുന്ന ഒരു അവസ്ഥയിലല്ല ഞാനും കേട്ടിരിക്കണം നിങ്ങളും. അതുകൊണ്ട് ഞാൻ ആ പ്രസംഗത്തിൽ ക്ലിപ്പുകൾ ആ ഭാഗം ഞാൻ ഇടുന്നില്ല. ഞാനത് വിശദീകരിക്കാം. ഞാനത് ഫുള്ള് കേട്ടൊരു വ്യക്തിയാണ്. ആവശ്യമെങ്കിൽ അത് ക്ലിപ്പുകൾ സഹിതം നമ്മുടെ ക്ലാസ് റൂമിൽ പ്ലേ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. സാധനം റെഡിയാണ്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സംഘടന രൂപീകരിച്ചു. എന്തിനാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചത്? ഇത് പിന്നെ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഇതിന്റെ ആളുകൾ. ബ്രിട്ടീഷുകാരുടെ കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ബ്രിട്ടീഷുകാരാണ് ഇതിവിടെ പിന്നെ സ്ഥാപിച്ചത്, നിർമ്മിച്ചത് എന്ന രീതിയിലാണ് കാര്യമായ പ്രശ്നം. എന്നിട്ട് പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ നിരന്തരം പാഞ്ഞു കയറാനുള്ള ശ്രമം. അതിന്റെ ചില ഭാഗങ്ങൾ എങ്ങനെയെന്നറിയണം. മഹല്ലത്തുകളിൽ പരിപാടി നടക്കുകയാണെങ്കിൽ അത് ജംഇയ്യത്ത് പണ്ഡിത സഭയുടെ കീഴിലായിരിക്കണം. മദ്രസയിൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അത് പണ്ഡിത സഭയുടെ കീഴിലായിരിക്കണം. പണ്ഡിത സഭ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാൻ പാടില്ല, ഒന്നും ചിന്തിക്കാൻ പാടില്ല. എന്തിനാണ് ഈ പണ്ഡിത സഭ? എന്താണ് ഇവർ, എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? മുസ്ലിം സമുദായത്തെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് പാവം പൗരന്മാരുടെ മുടി വലിയ ആർത്തനാദങ്ങൾ.
അല്ല ഫദലുള്ള, ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ പണ്ഡിത സംഘടന എന്ന് പറഞ്ഞാൽ? ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തെ? നിങ്ങളെ മുരീദന്മാര് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ തേരാപാര നടന്നിരുന്ന ആൾക്കാരെ പിടിച്ചുകൊടുങ്ങാണ്ട് എന്നാ ഇയും തൊരീക്കത്തിലാണ് കേട്ടോ, ഇയും തൊരീക്ക. അപ്പൊ ഇവര് ഇത്രയും കാരണം നടന്നതിലും മാറ്റിയാണ് ഞാൻ ഒരു തൊരീക്കത്തിന്റെ ആളെ കഴിക്കണോലോന്ന് തോന്നുമ്പോ ഓണം തന്നെ അത് വലിയ സംഭവം തോന്നാണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ അത് മതിയാവും. പക്ഷെ ഇത് സമൂഹം കേൾക്കണില്ലേ? ഫദലുള്ള നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ പട്ടിക്കാട് ജാമ്യയിൽ പഠിച്ച ആളല്ലേ, ആ അസറക്കങ്ങളിൽ എടുത്ത് എറിയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷെ എന്നാലും ആൾക്കാർ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ഈ ആര് സഫാത്ത് വിളിച്ചു പറയാൻ പാടില്ല. എന്താണ് സുഹൃത്തുക്കളെ ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ പാരമ്പര്യം എന്താണ്? തോന്നിയ ആളുകളൊക്കെ തോന്നിയ പോലൊക്കെ ജീവിച്ച് തോന്നിയ ആളുകളൊക്കെ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ പോകലാണോ ആലുവ തൊരീക്കത്തുകാരാ, കളരിക്കൽ യൂസുഫിന്റെ പണിയാളുകളെ? ഇസ്ലാമിന്റെ രീതി അതാ? ഇതാ നിങ്ങളെ തൊരീക്കത്ത്? നിങ്ങളെ വൃത്ത ഔലിയാക്കളാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്ക്. ആലിമീങ്ങളുടെ പിന്നിൽ അണിനിരന്ന ഒരു സമുദായത്തെയാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആലിമീങ്ങളുടെ പിന്നിൽ അണിനിരന്ന ഒരു വിഭാഗം. എക്കാലത്തും അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ? ഏത് കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഭരണം നിലവിൽ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ പോലും ആലിമീങ്ങൾക്ക് ഭരണകൂടത്തിന് ആലിമീങ്ങൾക്കൊരു പ്രത്യേക പരിഗണനയും തങ്ങളുടെ ഭരണ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലുള്ള ഇസ്ലാമിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പണ്ഡിതന്മാരുടെ ഒരു കൂട്ടം, പല പേരിൽ അവരറിയപ്പെട്ടു. കൊട്ടാര പണ്ഡിതന്മാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പേരുകളിലും അവർ അറിയപ്പെട്ടു. പിന്നീട് ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ അങ്ങനെയൊക്കെ എഴുതപ്പെട്ടു. എങ്കിലും യഥാർത്ഥത്തിൽ അവര് രാജാക്കന്മാരാൽ നിയമിതമായ ആ രാജ്യത്തെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനിക്കാനും നിർണയിക്കുവാനുമുള്ള പണ്ഡിത സഭ തന്നെയായിരുന്നു. ഇത് എക്കാലത്തും ഉണ്ടായിട്ടില്ലേ? 926 സമസ്ത ഉണ്ടാക്കി കുറച്ച് മൂല്യന്മാർ കൂടിയ ഫദലുള്ളക്ക് ലോകം തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഫദലുള്ള അങ്ങനെ വിളിച്ചു പറയുന്നത്. ഫദലുള്ള ത്വരീഖത്തിലാണ് കൂടിയതിന്റെ ശേഷം ഉള്ള ബുദ്ധിയും കൂടി മരവിച്ചു പോയോ എന്ന് സംശയിക്കുക. അതുകൊണ്ടല്ല അങ്ങനെ വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ ചരിത്രം അറിയുന്ന ഒരാൾ അങ്ങനെ പറയോ? അല്ലെങ്കിൽ ചരിത്രം അറിയുന്ന ഒരാൾ അങ്ങനെ പറയോ? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ കേരളീയരാണ്. ഇസ്ലാമിന്റെ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നത്. മഹാന്മാരായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം കേരളത്തിൽ ഉണ്ട് എന്ന് തർക്കമില്ലാത്ത ചരിത്രമാണ്. സ്വഹാബികളുടെ കാലത്ത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും ഹബീബ് ബിൻ മാലിക് തങ്ങളുടെയും നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം നമ്മുടെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനാർത്ഥം കടന്നു വരികയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മഹാന്മാരിലൂടെ നമ്മുടെ മണ്ണിലും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള അവസരം കൈവരികയും ചെയ്തു. ശേഷം എന്താ ചെയ്തു? ഒരു ജീലാനി സ്റ്റഡി സെന്റർ സ്ഥാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങള് അവിടെ തമ്പടിച്ച് അവിടെ കൂടി. അവിടെ കൊടുങ്ങല്ലൂര് മൂപ്പർ അവിടെ ഒരു ജീലാനി സ്റ്റഡി സെന്റർ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് മൂപ്പര് ശിഷ്യന്മാർ ഹബീബ് ബിൻ മാലിക് തങ്ങളെ മൂപ്പര് പറഞ്ഞേക്കും എങ്ങോട്ട്? കോഴിക്കോട്ടിലേക്ക്, മംഗലാപുരത്തേക്ക്. എന്തിന്? അവിടെയുള്ള നാട്ടുപ്രമാണിമാരും മാന്യന്മാരും മുഴുവനും ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് പ്രസംഗിച്ച് തിരിച്ചു വരാൻ പറഞ്ഞേക്കുക. ഇതാണോ മഹാന്മാരായ മാലിക് ബിൻ ദീനാർ തങ്ങളും സ്വഹാബികളൊക്കെ ചെയ്തിരുന്നത്? എന്നാൽ ആ പണിയല്ലേ ആലുവ കളരിക്കൽ യൂസുഫിന്റെ അച്ചാരം പറ്റികളായ അബ്ബാസ് ഫദലുള്ള പോലുള്ള ആളുകളും ചെയ്യുന്ന അതല്ലേ? കേരളം അവിടെ ഒരു സ്റ്റഡി സെന്റർ സ്ഥാപിച്ചിട്ട് നാടായ നാട് മുഴുവനും പറഞ്ഞേക്കുക. എന്നിട്ട് പച്ച തെറി പറഞ്ഞൊരു വരി
എന്നാൽ സുഹൃത്തുക്കളെ, എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അവർ ചെയ്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണോ ചെയ്യുന്നത് അതാണ്. ഇവിടെ ഒന്ന് രണ്ട് ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ ആലുവക്കാരായ ഏതെങ്കിലും ഒരാളുടെ കാത് ഈയമുരുക്കി പറഞ്ഞിട്ടില്ലാത്ത കാതുകളുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യം ഒന്ന് ശരിക്കും കേൾക്കണം. നമ്മുടെ ആളുകൾ ഇത്തരം ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ പെട്ട് വഞ്ചിതരാവാതെ ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ, അബ്ബാസോ ഫളലുള്ളയോ എത്ര കുരച്ചാലും ആ കുരയിലൊന്നും നിങ്ങൾക്ക് ഒരു നെട്ടലും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അതായത് ഒന്ന് രണ്ട് ആരോപണങ്ങൾ. ഒന്ന്, പണ്ഡിത സഭ. എന്തിന് പണ്ഡിത സഭ? എന്ത് ജമിയത്തുൽ ഉലമ? പണ്ഡിതന്മാരാ കാര്യം തീരുമാനിക്കല്? ഇവിടെ പണ്ഡിതന്മാർ തീരുമാനിച്ചതിന് അപ്പുറല്ല എന്ന രീതിയിലുള്ള ഈ പരാമർശങ്ങൾ. രണ്ട്, മദ്രസ പ്രസ്ഥാനത്തിനെതിരെ തങ്ങൾക്ക് മദ്രസ ഉണ്ടാക്കാൻ എന്തായാലും കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പാ. കേരളത്തിൽ മഹല്ലത്തേക്ക് ആരും അവരടുപ്പിക്കൂല, ഉറപ്പ്. ഈ അടുത്ത് തൃത്താല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയില് ഒരു പുരാൻ ഞാൻ വാഫിയാണ് എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് കയറി. ടെസ്റ്റിന് വന്നു, ജോലി കയറിയിട്ടില്ലായിരുന്നു, വാഫിയാണെന്ന് പറഞ്ഞു. അപ്പോ ഇയാളെ കുറിച്ച് സ്വാഭാവികമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ ആലുവക്കാരനാണ് എന്നൊരു ധ്വനി കേൾക്കാൻ സാധിച്ചു. അപ്പൊ ഇന്നോട് ഇവിടെ തൃത്താഴയുള്ള മഹല്ല് കമ്മിറ്റിപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇവിടെ ഒരു ബിസിനസ്സുകാരനുണ്ട്. അയാൾ എന്നോട് ചോദിച്ചു, അല്ല ഉസ്താദ്, വാഫിയിലുള്ള കുട്ടികളും ഈ ആലുവ ത്വരീഖത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വാഫികൾ ആലുവ ത്വരീഖത്തിലുള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല, എന്റെ അറിവിലില്ല. ചില ദാറുൽ ഹുദയിൽ പഠിച്ചിരുന്ന ചില ഗുരുത്തം കെട്ട ആളുകൾ ഇങ്ങനെ ആണ് പോയി എന്നതായിട്ടാണ് എന്റെ അറിവ്, അല്ലാതെ വാഫികൾ ആരും അവിടെ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല എന്ന്. ഇന്ന് അങ്ങനെ ഒരു വാഫി ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കേണ്ടി വന്നു. അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോൾ അത് വാഫിയൊന്നും അല്ല, ഇവൻ നമ്മളെ വാഫി കോളേജിൽ പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലം. എന്നിട്ട് ഇവൻ എന്ത് ചെയ്താണ്, പൂർത്തിയാക്കാതെ ആലുവ ത്വരീഖത്തിന്റെ പ്രവർത്തകനായി മാറിയേക്കാണ്. മനസ്സിലായോ? എന്നിട്ട് മഹല്ലത്തിൽ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ വാഫിയാണെന്ന് പറഞ്ഞു വരിക. ഇവൻ ഔലിയാണ്. ഇവന് സർട്ടിഫിക്കറ്റും ഇല്ല, സനതും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഓൻ വാഫിയാണ് എന്ന് പറയുന്നതിന് ജോലിക്ക് വേണ്ടി. എന്നാലോ ഓൻ ആഖിറത്തിൽ ഇങ്ങനെ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് പറഞ്ഞ് മുഹീദ്ദീൻ ശേഖ് റളിയല്ലാഹു എടുക്കണ പണിയാണ് നമ്മളെ പുത്തപ്പ് എടുക്കുന്നത് എന്നാണ് പതിലൊന്ന് വലിയ വായിൽ പ്രസംഗിച്ചത്. യൂസുഫ് മുഹീദ്ദീൻ ശേഖ് പോലെ അത് കേൾക്കണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആ ഔസുൽ ആലമിന്റെ അതേ വഴിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മഹാനായ ഈ സമാനിന്റെ കുത്തുബ് ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? നരകത്തിൽ മൂപ്പര മുരീദന്മാരും ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്ന പണിയാണ് ആർക്ക്? നമ്മളെ കളരിക്കൽ യൂസുഫിന്. അയാ ഉറപ്പ് ഇനിയിപ്പോ ഇസ്മായിൽ പൈസിക്കോ റഹീം ഓലിയാർക്കോ ഒന്നിപ്പോ ആ പറഞ്ഞ അത്ര ഓടിയിട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ് കളരിക്കൽ യൂസുഫിന്റെ പെണ്ണുങ്ങൾ എന്തായാലും കേട്ട് ചോദിച്ചു. അതിലൊരു സംശയമല്ല. കെട്ടിയോട് അത് കേട്ട് എന്തായാലും കുറച്ചും നേരെ ചിരിച്ചിട്ടുണ്ടായി. ചിരിച്ച് അവരുടെ ജീവിതത്തിൽ ആകെ ചിരിച്ചൊരു ദിവസം ചിലപ്പോൾ 11 ഈ പടായി കേട്ടായി. അത് ഉറപ്പാണ്. അതെന്തോട്ടെ. അപ്പൊ ഈ മഹല്ലത്തുകളിലേക്ക് ഇവരെ ആളുകൾ അടുപ്പിക്കുന്നില്ല. അപ്പൊ പിന്നെന്താ? എന്നാ പിന്നെ മദ്രസകളെ നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ട് ഒരു തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണെങ്കിൽ അടുത്ത പണി എന്താ? അതിന് പ്രസംഗിക്കുക, സ്വതന്ത്ര പ്രസംഗിക്കുക. എന്തെന്നറിയോ? പിന്നെ വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 10,000-ഓളം മദ്രസ നടക്കുന്നു എന്നാ പിന്നെ അവര് പറയുന്നത്. ഇത് ആലുവക്കാർക്ക് മാത്രമുള്ള മറുപടി അല്ല. കുടുങ്ങിയാല് അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാര്, നേരെ വരാൻ കഴിയാത്ത ആൾക്കാർ ഇരുളിന്റെ മറവിലേക്ക് വലിയുന്ന ചില ആളുകൾ കേരളത്തിലുണ്ട്. അങ്ങനത്തെ എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 10,000-ഓളം മദ്രസ ഉണ്ട് എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് സമസ്ത മദ്രസ ഉണ്ടാക്കിയത്? എവിടെയുള്ള മദ്രസയ്ക്കാണ് സമസ്ത ശമ്പളം കൊടുക്കുന്നത്? ഏത് മദ്രസയിലാണ് സമസ്ത ഏത് മദ്രസയുടെ മേൽക്കൂരയാണ് സമസ്ത ഇട്ട് കൊടുത്തിട്ടുള്ളത്? തുടങ്ങി സുബ്ഹാന ജല അതിങ്ങനെ കേട്ട അപ്പൊ ഇങ്ങനെ തോന്നുന്നു, ശരിയാട്ടോ സംഗതി. ഇപ്പോ നമ്മളെ നാട്ടിലെ മദ്രസ ഇപ്പൊ നമ്മളെ വാപ്പാരും ഇവരെ കൂടെ ഉണ്ടാക്കിയതാണ്, അത് സമസ്തക്കാരുണ്ടാക്കിയതല്ലല്ലോ. ആടാ ഇന്റെ നാട്ടിലുള്ള അറബി കോളേജും തന്നെ സമസ്ത ഉണ്ടാക്കി. ചെറുശ്ശേരി ഉസ്താദ് അല്ലേനെ എന്റെ വാർപ്പിനുണ്ടായിത്. പിന്നെ
കോയക്കുട്ടി ഇവര് പറയുന്നത് കേട്ടാൽ എന്താ തോന്നുന്നറിയോ? ഇവര് പറയുന്ന കോട്ടുമല ഉസ്താദ് സിമന്റ് കുഴച്ചു കൊടുക്കണം, ചെറുശ്ശേരി ഉസ്താദ് വാർപ്പിന്റെ മുകളിൽ കമ്പിയോട് ഇങ്ങനെ കുത്തി ഇറക്കണം, കോയക്കുട്ടി ഉസ്താദ് കട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കണം മേലക്ക്, എന്നാലേ സമസ്തന്റെ സ്ഥാപനം ആവുള്ളൂ എന്നാണ് ഈ മന്ദ ശിരോമണികളെ വയലാട്ടാ തോന്നിപ്പോവുക. മന്ദബുദ്ധികൾ എന്ന് അല്ലാതെ എന്താണ് ഇവരെ വിളിക്കുകയെന്ന് എനിക്ക് വേറൊരു ഭാഷ എനിക്ക് കിട്ടുന്നില്ല. വേറെ ഭാഷ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഫദലുള്ള അബ്ബാസോ ആകണം, അല്ലെങ്കിൽ ഞാൻ ആലുവാത്തൊരീകത്തിൽ വയ്യത്തെയാണ്. കാരണം ഇതിലാറോ വലിയ തെറിയല്ലോ പറയുകയാണെങ്കിൽ അതിനെ കൊണ്ട് ഇപ്പൊ കഴിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥക്കാരനല്ലേ, മാന്യതയുടെ മുഖം അഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇസ്ലാം ദീന് കടന്നു വന്നത് മുതൽ ഇന്ന് വരെ ഉള്ളൊരു രീതിയുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് അവലംബിച്ച ഒരു രീതി. ആ രീതിയാണ് ഇന്നും സമസ്ത സ്ഥാപനങ്ങൾ, പള്ളികൾ തുടങ്ങിയ വിഷയങ്ങൾ സ്വീകരിച്ചു പോരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ചേരമാൻ പെരുമാൾ, ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു അൻഹു, മഹാനവർഗരുടെ സഹോദരിയുടെ പുത്രൻ കോഹിനൂർ രാജകുമാരൻ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യയുടെ ചരിത്ര അബ്ബാസും ചെറുപ്പം അറിഞ്ഞോളുന്നില്ല, ആണ് വായിച്ചു പഠിക്കുക. അങ്ങനെ ആ സംഘം കേരളത്തിൽ വന്നിട്ട് ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി എന്നിവരുടെയും നേതൃത്വത്തിൽ അവർ ചെയ്ത ദഅവത്തിന്റെ ഭാഗമായി അവർ ചെയ്തത് എന്താണെന്നറിയോ? കേരളത്തിൽ സാധ്യമാകുന്ന ഭാഗങ്ങളിലെല്ലാം അവർ പള്ളികൾ നിർമ്മിച്ചു. ചാലിയം പള്ളി, പന്തലായനി കൊല്ലം, മാഹി ചോമ്പാൽ, നമ്മളെ കണ്ണൂരിലെ ധർമ്മപട്ടണം അല്ലേ, പുതിയങ്ങാടി ഏഴുമല, കാസർഗോഡ് ഉള്ളാളം, മംഗലാപുരം, താനൂര്, തിരൂര്, പരപ്പനങ്ങാടി, ചാവക്കാട്, കൊച്ചിയിലെ പള്ളുരുത്തി, ആലപ്പുഴ, പൊന്നാനി, കൊല്ലം, തിരുവനന്തപുരം, പൂവാർ, കാവിൽപട്ടണം, ഇവിടെയൊക്കെ മഹാന്മാരായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെയും സംഘത്തിന്റെയും കീഴിൽ പള്ളികൾ നിലവിൽ വന്നു. നാളെ പതിലുള്ള പറയേണ്ടെന്നറിയോ? ഇതൊക്കെ ഈ പള്ളിനെ കുറിച്ച് എന്താ പറയുക? ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച പള്ളി, ബഹുമാനപ്പെട്ട ഹബീബിന് മാലിക് തങ്ങൾ നിർമ്മിച്ച പള്ളി. എന്നാ പതിലുള്ള വലിയവറ, ആ പള്ളിന്റെ ഒരു കട്ട പോലും മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ചുമന്നിട്ടില്ല. ആ പള്ളിയുടെ ഒരു കല്ല് പോലും മാലിക് ബിൻ ഹബീബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചുമന്നിട്ടില്ല. പിന്നെ എന്താണ് ചെയ്തത്? അവർ ആ നാട്ടിലുള്ള ജനങ്ങളെ ഉത്ബുദ്ധരാക്കി, ദീനിയായ ചൈതന്യം നൽകി, ഇൽമിന്റെ മദ്ഹ് പറഞ്ഞു കൊടുത്തു, മഹത്വം പറഞ്ഞു കൊടുത്തു, ആരിമു നാട്ടിലുണ്ടായാലുള്ള ഗുണം പറഞ്ഞു കൊടുത്തു, ഇൽമില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം പറഞ്ഞു കൊടുത്തു, ആ ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇൽമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാവണം എന്ന ആഗ്രഹം നാട്ടുകാരിൽ അവർ ജനിപ്പിച്ചു കൊടുത്തു. ആ നാട്ടുകാർ കയ്യും നെയ്യും മറന്ന് ഒന്നായിട്ടിറങ്ങി. ആ നാട്ടുകാര് അവരുടെ അധ്വാനത്തിന്റെ വിഹിതം മാറ്റിവെച്ചു. മാറ്റിവെക്കാൻ കഴിവില്ലാത്തവർ തങ്ങളുടെ തടി കൊണ്ട് അതിനുവേണ്ടി അധ്വാനിച്ചു. അങ്ങനെ ഓരോ നാടുകളിലും അവർ പള്ളിയുണ്ടാക്കി. ആര്? മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. ആ പള്ളിക്ക് എന്താ മാലിക് ദിനാർ തങ്ങളുടെ പള്ളി എന്നാ പറയാ. ഉണ്ടാക്കിയതാരാ? നാട്ടിലെ കുഞ്ഞേമും പോക്കരും അബൂബക്കറും തന്നെയാണ്. എന്ത് പറയണ്ട ആലുവക്കാരാണ്. ഇങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ നാട്ടിലെല്ലാവർക്കും പള്ളി ഉണ്ടാക്കിങ്ങളെ മണ്ടത്തരം വിളിച്ചോരെ മൈക്കും കിട്ടിയാണ്ട്. ഇനി കേട്ടോളി, ആ പണിയല്ലേ സുഹൃത്തുക്കളെ ഇന്ന് സമസ്ത ചെയ്യണത്? ബഹുമാനപ്പെട്ട CH ഐദോസ് മുസ്ലിയാർ അല്ലെ, മദ്രസ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ത് ചെയ്തു? സമസ്തയുടെ ആലിമീങ്ങൾ എന്ത് ചെയ്തു? അവര് ഓരോ നാടുകളിലേക്കും പോയി. എന്നിട്ട് ആ നാട്ടുകാരെ വിളിച്ചുകൂട്ടി തങ്ങളുടെ പൂർവീകരായ മാലിക് ദിനാറിന്റെയും സംഘത്തിന്റെയും ദഅവത്തിന്റെ പിന്തുടർച്ചക്കാരായി ആ ദൗത്യം അവർ ഏറ്റെടുത്തു. അവർ നാട്ടുകാരെ ഇൽമിന്റെ മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മതമില്ലെങ്കിൽ ഉണ്ടാകുന്ന മതവിദ്യാഭ്യാസം ഉണ്ടായില്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി. അപ്പൊ നാട്ടുകാർ ഒന്നായിട്ടിറങ്ങി. എന്നിട്ട് നാട്ടുകാർ മദ്രസ ഉണ്ടാക്കി കൊടുത്തു. ഉസ്താദുമാരോട് പറഞ്ഞു, ഉസ്താദുമാരെ ഞങ്ങൾ മദ്രസ കെട്ടിടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്,
ഇവിടെ ദീൻ പഠിപ്പിക്കേണ്ട ചുമതല ഉസ്താദുമാർ ഏറ്റെടുക്കണം. എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കേണ്ടത്, എന്താണ് ഇവിടെ പഠിപ്പിക്കേണ്ടത്, അതിനുവേണ്ട സിലബസ്, അതിനുവേണ്ട സംവിധാനങ്ങൾ, അതിനുവേണ്ട ശാസ്ത്രീയമായ രീതി, അതൊക്കെ ഉസ്താദുമാർ ചെയ്യണം. ഇത് നാട്ടുകാർ പറയും. കാരണം എന്താ, നാട്ടുകാർ ആലുവക്കാരല്ല. ആലുവക്കാരാണെങ്കിൽ മൂല്യന്മാരെ വിട്ടുകാണ്ട് ജാഹിലീങ്ങളെ പിന്നാലെ പോണവരാണ് വിചാരിച്ച. ഇത് ആൾക്കാരൊക്കെ മുസ്ലിങ്ങളും മാപ്പാരും ദീനിനോട് സ്നേഹമുള്ളവരും മൂമിനീങ്ങളുമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആലിമ്യങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു ബോർഡ് രൂപീകരിക്കുകയും എല്ലാ മദ്രസയിലും ആ സിസ്റ്റമാറ്റിക്കലായി ശാസ്ത്രീയമായ രീതിയിലുള്ള പാഠ്യ പദ്ധതി കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴോ ഇത് ചങ്ങായിമാരെ, ഇത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഹബീബ് മാലിക്കും ചെയ്ത രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആലിമീങ്ങൾ അത് ചെയ്തത്. അവരിലെ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബികൾ ചാരിയത്ത് പള്ളി നിർമ്മിച്ചു. ജഅഫർ ഇബ്നു സുലൈമാൻ എന്നവരെ അവിടെ ഖാദിയാക്കി അയച്ചു കൊടുത്തു. പന്തലായനി കൊല്ലം ബഹുമാനപ്പെട്ട ഖാദി അബ്ദുല്ലാഹി ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ഖാദിയാക്കി അയച്ചു കൊടുത്തു. മാഹി ചോമ്പാൽ ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഖാദിയായിട്ട് അയച്ചു കൊടുത്തു. പിന്നെ ധർമ്മപട്ടണം ഖാദി ഹസൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു കൊടുത്തു. പുതിയങ്ങാടി ഖാദി അബ്ദുല്ലാഹി ബിൻ മാലിക്കിനെ അയച്ചു കൊടുത്തു. കാസർഗോഡ് ഉള്ളാളം ഖാദി ജാബിർ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു കൊടുത്തു. മംഗലാപുരം ഖാദി ഹമീദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും ആ ദൗത്യം തുറന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മഹല്ലത്തുകൾ നാട്ടുകാർ പള്ളി ഉണ്ടാക്കുന്നു. ആ പള്ളിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളോട് മുശാവറച്ചിട്ട് അവർ ഖാദിമാരെ നിയമിക്കുന്നു. സമസ്ത കേരള ഇസ്ലാം ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരെ ഖാദിമാരായിട്ടും ഖതീബുമാരായിട്ടും ഇമാമുമാരായിട്ടും കൊണ്ടുപോകുന്നു. അവിടെ അവർ സേവനം ചെയ്യുന്നു. എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? നിങ്ങളിങ്ങനെ കാരണം തൊള്ളട്ട് കീറിനെ കേട്ട ഇതെന്തോ ഒരു സബുൽ മോദിക്കാത്ത് ചെയ്ത പോലെ ഉണ്ടല്ലോ. എന്താണ് ഇതിൽ പ്രശ്നം? ഇത് എന്താ ഇതിൽ പ്രശ്നം? ഇത് ചങ്ങന്മാരത് കാലങ്ങളായിട്ട് കേരളത്തിലുള്ള ഒരു ദീനീ വിദ്യാഭ്യാസത്തിന്റെ ദീനീ ദഅവത്തിന്റെ ഒരു രീതിയാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ വഴി തുടർന്നു പോകുന്നേ ഉള്ളൂ. അതിനെന്താണ് ആലുവക്കാരാ നീ വിളിച്ചു പറഞ്ഞത്? എന്തൊക്കെ പോയി വിളിച്ചു പറഞ്ഞു? നല്ല പ്രസംഗം ഇതൊന്ന് കേട്ടോ. എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്? ആദർശമല്ലാന്ന് കരുതിയിട്ട് എന്തെങ്കിലും നിങ്ങൾ വിളിച്ചറിയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് SSFകാർക്കുള്ള മറുപടിയാണ്. ഓലും ചോദിക്കലുണ്ട് ഇങ്ങനെ. ആലുവക്കാർക്കുള്ള മറുപടിയാണ്. സമസ്ത വിരുദ്ധരായ, സമസ്തയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്നു വരുന്ന മദ്രസയുടെ പെരുപ്പം കണ്ടിട്ട് അസൂയമൂത്ത് കള്ള് കുടിച്ച കൊരങ്ങിയ തേള് കുത്തിയ ദേശത്തോടുകൂടെ എല്ലാവരും ഈ ഒരു ശൈലിയിലാണ് ചില ആരോപണങ്ങൾ നടത്താറുള്ളത്. അതിന്റെ വസ്തുത സമസ്തന്റെ സ്ഥാപനം എന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, നിങ്ങളിപ്പോ ഇങ്ങനെ നാല് കവരിലിങ്ങനെ പ്രസംഗിച്ചാല് ആൾക്കാരൊക്കെ നമുക്ക് സമസ്തയിൽ നിന്ന് അകറ്റാം. വിദ്യാഭ്യാസ ബോർഡിനെ ക്രമേണ നമ്മളെ ജീലാനി വിദ്യാഭ്യാസ ബോർഡിലേക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ആ ആഗ്രഹം കേരളം UAE-യിലാക്കണം എന്ന് വിചാരിക്കലാണ് നിങ്ങൾക്ക് അതിനേക്കാൾ എളുപ്പം. നമ്മളെ കേരളത്തിനെ UAE-യിൽ കൊണ്ടുപോയി വെക്കണം എന്ന് വിചാരിച്ച ചിലപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പണിയുണ്ടല്ലോ, അത് നടക്കില്ല. അതെന്തായാലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ കേരളത്തിൽ 1400-ലധികം വർഷക്കാലം കേരളത്തിൽ നടന്ന ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ഒരു രീതി സമസ്തൊന്നും തുടരുന്നു എന്നേ ഉള്ളൂ. ഇതല്ലാത്തൊരു വഴി അതിനില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ജീലാനി സ്റ്റഡി സെന്റർ ഉണ്ടല്ലോ വളാഞ്ചേരി, അതിന്റെ ഏത് കല്ലേ കളരിക്കൽ യൂസുഫ് ചുമന്നത്? കളരിക്കൽ യൂസുഫിന്റെ എത്ര ഉറുപ്പ്യണ്ടായത്? ഈ വലിയ ഒച്ചീര് കൊരച്ചീന് പൊതലുള്ള പൈസന്റെ എത്ര ഉറുപ്പ്യണ്ടായത്? ഇത് അങ്ങനെ അവിടെ പോയി സുഖമായിട്ട് കടന്നുറങ്ങില്ലേ? എന്നാ എന്റെ സ്ഥാപനമാണ്. അപ്പൊ ഈ ആദ്യ വർത്തമാനത്തിലൊക്കെ എന്താ സുഹൃത്തുക്കളെ മറുപടി പറയാം? ബുദ്ധിത്തങ്ങനെ വിളിച്ചു പറയാൻ ഒരു ലെവലില്ലാത്ത വർത്തമാനങ്ങൾ. പിന്നെ രണ്ടാമത്തെ ഒരു ആരോപണം,
ഒരു കയമ്പില്ല. ഇതൊന്നും ഒരു ആരോപണം ഒന്നും പറയാനില്ല. ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ ഈ ചക്രശ്വാസം എന്ന് കേട്ടില്ല ഞങ്ങള്? നിലയറ്റവന്റെ ആർത്തനാദങ്ങൾ, പിടിവള്ളി ഒക്കെ നഷ്ടപ്പെട്ടുണ്ട്. അതിന്റെ ഇടയിൽ വേറെ രസകരമായ ഒരു പരാമർശമുണ്ട്. ഇനി ഞാൻ ഡി സി ഒന്നല്ലല്ലോ സുഹൃത്തുക്കളെ, ഞാൻ ഡി സി അല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റൊരു പരാമർശം, അതായത് സമസ്ത ഇപ്പോ 90-ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ്. ഫദലുള്ളാന്റെ ഒരു കോമഡിയാട്ടെ ഞാൻ പറയണത്. ഈ കോമഡിക്കാണ് അതിനേക്കാൾ 2 കിൻഡലുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയാൻ പോണത്. ഫദലുള്ളാടെ ഏറ്റരച്ചു. ഒരു സമസ്തക്കെതിരെ ചെറുവിരലനക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ SKSSFന്റെ പ്രവർത്തകരുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെയോ ഇതിന്റെ ആലിമീങ്ങൾക്കെതിരെയോ ചെറുവിരലനക്കാനും പല്ലുളിക്കാനും കേരളത്തിൽ ഒരു കോമരങ്ങളെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല, അനുവദിക്കുകയില്ല എന്ന് 1000 വട്ടം പ്രഖ്യാപിക്കുക. കഴിയില്ലങ്ങൾക്ക് ഞങ്ങളെ മയ്യത്തിന് കാണേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്താൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊടുക്കാൻ കഴിയും. വിടൂല ഞങ്ങൾ ഒരൊറ്റൊന്നിനെ. സമസ്തക്കെതിരെ പാഞ്ഞു കയറാൻ നോക്കിയാൽ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അതിന് നിശ്ചയിച്ചതാണ്. കാരണം എന്താ അറിയോ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഡിഫൻസ് സംഘമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിരോധ വലയം തീർക്കുന്നവരാണ് ഞങ്ങൾ. സുന്നത്ത് ജമാഅത്തിനെ ആക്രമിക്കാൻ വരുന്ന എല്ലാ കുതന്ത്രക്കാരെയും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അവിടെ ഞങ്ങൾ ഒന്നും തിരിഞ്ഞു നോക്കാല്ല. അള്ളാഹു തആല സഹായം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ചങ്ങായിമാരെ, വഫാത്തിന്റെ ശേഷം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കേസിന്റെ വിഷയത്തിൽ കോടതിയുടെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേസ് വാദിക്കുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റിന് ലോ പോയിന്റ് പറഞ്ഞു കൊടുത്ത വഫാത്തിന് ശേഷം മനാമിൽ വന്ന് ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ മാത്രം ആത്മീയമായ പ്രൗഢിയും സിദ്ധിയും നേടിയ ഒരു ജനറൽ സെക്രട്ടറിയുടെ പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിന് പേടിക്കണം? അറിയില്ല നിങ്ങൾക്കത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലേ, ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കുക അഡ്വക്കേറ്റിന്. ഈ അഡ്വക്കേറ്റിന് ഹയാത്തിലുള്ള ആളല്ലേ അദ്ദേഹം. അനുഭവ സാക്ഷ്യം അദ്ദേഹം വളരെ വിശദമായിട്ട് ഏത് ആളുകൾക്ക് പോയി അന്വേഷിച്ചാലും പറഞ്ഞുതരും. ശരി, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ബേജാറ്? എന്നിട്ട് നിങ്ങൾ കുത്തുബാണ് ഗൗസാണെന്ന് ഞങ്ങളെ പേടിപ്പിക്കും. കുത്തുബ് പേരിലുണ്ടായിട്ട് കാര്യമല്ല. അങ്ങനെ കുറെ സുന്ദരന്മാരും സുന്ദരികളും കേരളത്തിലുണ്ട്. പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ ചിലപ്പോ പേരും രൂപവും ഒരുപോലെ ആയിക്കോളുന്നില്ല. അത്രേ ഈ കുത്തുബ് എന്നുള്ള പേരിനും ഞങ്ങൾ വില കൽപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. കാര്യമായ ഈ ഒരു കോമഡി പറയാണ് നമ്മളെ ഫദലുള്ള. എന്താണെന്നറിയോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പൊ 90-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണത്രേ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ലീഡറായ VS അച്യുതാനന്ദനെ 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. VS അച്യുതാനന്ദനെ സമസ്ത പോയിട്ട് പിന്നെ ചേട്ട എന്ന് വിളിക്കേണ്ടി വരും. എന്താ ഈ പറഞ്ഞത്? ഇതാരാ പറയണ നിങ്ങള്? അല്ലല്ലല്ലാ, നെക്സ്റ്റ് കുത്തുബ്. ഈ ചീഞ്ഞ നാവിനുടമയാണ്, വലിയാണ്, വിലായത്തിന്റെ വഴിയിലാണ്, സുലൂക്കിന്റെ അഹിലുകാരനാണ്, ത്വരീഖത്തിന്റെ പാതയിലാണ്, ഗൗസുൽ ആലമിന്റെ പിന്മുറ തുടർച്ചക്കാരാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത്. ഒന്നും പറയാനില്ല. എന്നിട്ട് പറയാ 90-ാം വാർഷികം ആഘോഷിക്കാൻ പോണ സമസ്ത അച്യുതാനന്ദനെ ചേട്ട എന്ന് വിളിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, ഇത് ഇന്നത്തെ പ്രസംഗത്തിൽ ഫദലുള്ള പൈസയുടെ ഒരു കോമഡിയാണ്. ഒരു കോമഡി. കാരണം വിവരമില്ലാത്ത ഖലീഫമാരെ ചിരിപ്പിക്കാനും കുറെ ഫോൺ സംഭാഷണങ്ങളുടെ കെണിയിൽപ്പെട്ട് നിറയില്ലാ കയത്തിൽ അകപ്പെട്ട പോലെ
വിഭവിച്ചിരിക്കുന്ന കുത്തുബിനെ ഒന്ന് ആശ്വസിപ്പിക്കാനും തട്ടിവിട്ടൊരു കോമഡി. ഈ കോമഡിക്ക് ഫളലുള്ള നെഞ്ചത്ത് ഞാനൊരു മറുപടി വെക്കുക. ഞങ്ങൾക്ക് ഇതിന് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? കേരളത്തിൽ ആലുവ തുരീക്കത്തുകാരുണ്ടായിട്ട് 15 കൊല്ലല്ലായിട്ടുള്ളൂ അല്ലേ? 15 കൊല്ലം. 90-ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് VS അച്യുതാനന്ദനെ ചേട്ട എന്ന് വിളിക്കാൻ പറഞ്ഞ ആലുവക്കാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാഷയിൽ പറയുന്നു, സമസ്തന്റെ ഭാഷയിലല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ ഭാഷയിലാണ് പറയണത്. ആലുവ തൊരീക്കത്തുകാരൻ 15 വർഷം മാത്രം പഴക്കമുള്ള വയസ്സുള്ള ആലുവ തൊരീക്കത്തുകാരോട് ആലുവ ഷെയ്ഖും കുത്തുബുമായി എന്ന് നിങ്ങൾ അവതരിപ്പിച്ച് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന യൂസുഫ് അടക്കമുള്ള, റഹീം മുസ്ലിയാർ അടക്കമുള്ള, ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ള, ഫദ്ലുള്ള ഫൈസി അടക്കമുള്ള, അബ്ബാസ് അടക്കമുള്ള സകല ഏടാകൂടങ്ങൾക്കും നേരെ വണ്ടി കയറാവുന്നതാണ് സരിതയുടെ വീട്ടിലേക്ക് സരിത ചേച്ചി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക്. സരിതന്റെ പ്രായം നിങ്ങളെ കണ്ടിട്ടില്ല. എന്തു പറയാണ്ട്? നിങ്ങളുടെ ഭാഷയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തോണ്ടല്ല. പിന്നെ എന്താണെന്നറിയോ? ഞങ്ങള് സമസ്തക്കാരാണ്. VS അച്യുതാനന്ദനെ ചേട്ടാളിക്കോ പിന്നീട് മുഴങ്ങിയതല്ല അവിടെ അല്ലേ? എന്നാ ആലുവക്കാര് കുത്തുബും ഹൗസൊക്കെ കൂടെ പോയിട്ട് സരിത ചേച്ചി എന്നൊന്ന് വിളിച്ചു നിൽക്കട്ടെ. അത്രയല്ലേ വയസ്സുള്ളൂ. ഓങ്ങിയ പള്ളർച്ച് കിട്ടുന്ന ആദ്യം ആലോചിക്കണം. മനസ്സിലായത്? SKSന്റെ കുട്ടികളാണ്. ഇങ്ങോട്ട് ഓങ്ങിയാൽ മതി, പള്ളർച്ച് കിട്ടും. കിട്ടിയ ശേഷം പിന്നെ VP കൂടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും. കിട്ടാതിരിക്കാൻ നോക്കുന്ന എല്ലാവർക്കും നല്ലതാ. പിന്നെ ഇനി സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് എന്നാണ്. പിന്നെ ഇതൊക്കെ പഴയ പാട്ടാണ്. ഇതൊക്കെ ആ ചെങ്ങായി തട്ടിവിട്ട് ഓരോ ബുരല. ഇപ്പം ബോംബെയിൽ പോയി ഇരുന്നാണ്ട് കേരളത്തിലെ ചരിത്രം അറിയില്ല, ഒരു ചുക്കും അറിയില്ല. എന്നിട്ട് വന്നുകാണ്ട് ഓരോന്ന് ഇംഗ്ലീഷിന്റെ കശ്മീറ്റ് വന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയാം. എന്നിട്ട് അതൊക്കെ വേദവാക്യായിട്ട് ഒരു കൊണ്ടിടക്കും ചെയ്യാം. ഫളുള്ളൊക്കെ അല്ലെങ്കിൽ അന്തണ്ടല്ലോ, അയാളെ പോലത്തെ ഒരാൾ പറയുന്നത് കേട്ടിയാണ് ഇയാളെ കുളിച്ചാൽ മാനം കെടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നെ ബ്രിട്ടീഷ് സംഘം. അതിന് നല്ല മറുപടി നമ്മുടെ പിന്നെ കൊണ്ടോട്ടിയിൽ വെച്ച് സുന്നത്യമായത്തിന്റെ പ്രവർത്തകര് നല്ല മറുപടി അതിന് കൊടുത്തിട്ടുണ്ട്. അതിന് കൊണ്ടോട്ടി നിങ്ങൾ മറുപടി പറയും. എന്നാൽ അതിന്റെ ശേഷം നമുക്ക് ബാക്കി നോക്കാം. അതാണ് അതിന് എനിക്ക് പ്രഥമമായിട്ടും വളരെ പ്രധാനമായും പറയാനുള്ള ഒരു നയം അതാണ്. അതിന് കൊണ്ടോട്ടിയിൽ വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന തിരിച്ചടിക്ക് പകരം നിങ്ങളുടെ മറുപടി ആയിട്ടില്ല. ഇന്നാണ് നിങ്ങൾ മറുപടി വെച്ചത്. കൊണ്ടോട്ടിയിൽ നമ്മുടെ പ്രവർത്തകരോട് ഉസ്താദ്മാർ ചോദിച്ചില്ലേ, ബ്രിട്ടീഷ് ചാരസംഘടനയാണ് എന്ന് നിങ്ങൾ പറയാൻ ഉന്നയിച്ച കാരണം മഹാനായ വരക്കൽ ബാഅലവി തങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുത്തുബെന്ന് നിങ്ങൾ പറയുന്ന കളരിക്കൽ യൂസുഫ് നരേന്ദ്രമോദിയുമായും BJPയുടെ RSSന്റെ ഫാഷിസ്റ്റ് ശക്തികളുടെ നേതാക്കളുമായും വലിയ ബന്ധമാണ് എന്ന് തെളിവുകൾ നിരത്തി നമ്മുടെ ഉസ്താദുമാരവിടെ തെളിയിച്ചു. നിങ്ങളൊരു RSSന്റെ ബിനാമിയാണ് എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? അതിന് മറുപടി കിട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ പ്രതികരിക്കേണ്ടുള്ളൂ. അതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നാം വിഷയം പറയാതിരുന്നത്. എന്നാ പഴയ പാട്ടിന്റെ പാടി പോകേണ്ടി വന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം, അന്നത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിൽ പ്രവർത്തിക്കരുതെന്ന് സമസ്തയുടെ പിന്നെ നയം പാസാക്കി എന്നാ പറഞ്ഞത്. പ്രമേയം പാസാക്കി കോൺഗ്രസിൽ പ്രവർത്തിക്കരുത്. ഫളലുള്ള എനിക്ക് ചരിത്രമില്ല. നല്ലൊരു ചരിത്ര പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈസി. മഹാനവറുകളുടെ കയ്യിൽ നിന്ന് നിനക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. കിട്ടിയത് വല്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വെറുപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതിലൂടെ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം നിനക്ക് ചരിത്രവുമായി ഒരു ബന്ധമല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പഠിക്കുക. പ്രബലരായ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ, ഒന്ന് കോൺഗ്രസും ഒന്ന് മുസ്ലിം ലീഗുമാണ് അന്ന് ഇന്ത്യയിൽ, അല്ലെ?
വിഭജനത്തിലേക്ക് വഴിവെച്ച ചർച്ചകളും വിഭജനത്തിലേക്ക് വഴിവെച്ച പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക പതിനുള്ള, എന്നിട്ട് ഒന്നുണ്ടെങ്കിൽ വിളിച്ചു പറ. അല്ലാതെ തൊള്ളിതൊന്നും ബടായി വിടലല്ല. നരേന്ദ്രമോദി സർക്കാർ ഈ അടുത്ത് ഒരാളുടെ പ്രതിമ ഉണ്ടാക്കാൻ പോയി. എന്താ പട്ടേൽ? എന്ത് പട്ടേല? അന്നത്തെ കോൺഗ്രസ് നേതാവിന് എന്തിനാണ് മോഡി സർക്കാർ പ്രതിമ ഉണ്ടാക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ, ബാലഗംഗാധര തിലകൻ, ഇവരൊക്കെ ആയിരുന്നു? സ്കൂളിലെ എഴുതി ചേർക്കപ്പെട്ട വ്യാജമായ ചരിത്ര കഥകൾ കേട്ട് അത് അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന നിന്നെപ്പോലുള്ള ആളുകൾ ചിലപ്പോൾ ഒന്നും അറിയില്ല. യാഥാർത്ഥ്യത്തോടുകൂടെ ചരിത്രത്തെ സമീപിച്ചാൽ ഇതിന്റെയൊക്കെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും മനസ്സിലാക്കണത്, ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന് ജിന്നയല്ല പ്രതിക്കൂട്ടിൽ. യഥാർത്ഥത്തിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാണ്, എല്ലാവരുമല്ല. കോൺഗ്രസിന്റെ നേതൃത്വം അന്ന് രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് തീവ്ര ഹിന്ദുത്വവാദികളുടെ ഒരു വിഭാഗവും ഒന്ന് മിതവാദികളുടെ ഒരു വിഭാഗവും, മതേതരത്വത്തിന്റെ കാഴ്ചപ്പാടുള്ള വിഭാഗം. സാക്ഷാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇവർക്ക് അനഭിമതനാകുന്നത് എന്തുകൊണ്ടാണ്? ഫാദറുള്ളക്ക് ഇതൊക്കെ അറിയോ? ഫാദറുള്ളക്ക് എങ്ങനെയാ അറിയാം? കളരിക്കൽ യൂസുഫ് കുത്തുബാണ് എന്ന് വിചാരിക്കാൻ മാത്രമുള്ള തലച്ചോറല്ലേ ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ളൂ. ആ തലച്ചോറുള്ളവരോട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ? പക്ഷെ ഇത് വേറുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പറയാം അല്ലെ? ആലുവക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ എന്തുള്ളൂ? ആ മനുഷ്യന്റെ ആ കോല ചേരും അയാളെ ജീവിതം ഇതൊക്കെ കണ്ടിട്ടും ഈ സമാനിന്റെ കുത്തുബ് ഇതാണിപ്പോ എന്നിങ്ങനെ വിചാരിക്കാൻ മാത്രം തലച്ചോറ് മുരടിച്ചു പോയൊരു കൗമിനോട് പിന്നെ ഇപ്പൊ നമ്മള് എന്ത് പറഞ്ഞിട്ട് ഓർക്ക് എന്ത് ചരിത്രം, ഓർക്ക് എന്ത് സ്വാതന്ത്ര്യം, ഓർക്ക് എന്ത് കോൺഗ്രസ്. പക്ഷെ അത് കേട്ട് വസ്വാസിൽ ആരെങ്കിലും ആയിപ്പോയാലോ? ശൈത്താൻ അങ്ങനെയല്ലേ, ശൈത്താൻ പണിയെടുത്താലോ? അതുകൊണ്ട് തിരുത്താണ്. അപ്പൊ ഈ രണ്ട് നിലപാടുള്ള നേതൃത്വം അന്നുണ്ടായിരുന്നു. മാത്രമല്ല നിരവധി കേന്ദ്രങ്ങളിൽ ഭോപ്പാൽ, ഭഗൽപൂർ തുടങ്ങിയ പല സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലും നിരവധി വർഗീയ കലഹങ്ങളുണ്ടായി, വർഗീയ കലാപങ്ങളുണ്ടായി. ഈ വർഗീയ കലാപങ്ങളുണ്ടായ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചിരുന്ന നിലപാട് മുസ്ലിം വിരുദ്ധ നിലപാടായിരുന്നു. ചരിത്രം പഠിക്കുമ്പോഴുള്ള വെറുതെ വിളിച്ചറിയുന്നത് ഇസ്ലാമിക് വിരുദ്ധമായ നിലപാടും സമീപനവും അവർ സ്വീകരിച്ചു. ഒരു വേള അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെക്കാൾ മുസ്ലിമീങ്ങളോട് അല്പമെങ്കിലും മമത കാണിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ അനീതിയും ഇടമുഖവും കൈമുതലാക്കി ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള വർഗീയ ലഹളകളെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്തു. 1920-കളിലൊക്കെ 26-ലല്ലേ സമസ്തയുടെ രൂപീകരണം. 26-ന് ശേഷം 30 മുതൽ 40 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഭരണത്തിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഈ നിലയ്ക്ക് കോൺഗ്രസിന്റെ നേതൃത്വം അധപ്പതിച്ചപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ആലിമീങ്ങൾ കോൺഗ്രസിനെതിരിൽ സമ്മേളനങ്ങളിൽ പ്രമേയം പാസാക്കിയതും നയം പ്രഖ്യാപിച്ചതും. അറിയോ? അത് അവർ ചെയ്തത് ഈ മുസ്ലിം ഉമ്മത്തിനോടുള്ള അന്നത്തെ നേതാക്കളുടെ പ്രതിബദ്ധതയാണ്. പൂർവീകരെ വിമർശിക്കുമ്പോ ചരിത്രം അന്വേഷിക്കണം. ആലുവക്കാരാ, അന്റെ കെഷ്ഫോണ്ട് അവിടെ കാര്യമില്ല. അന്റെ കെഷ്ഫല്ല അവിടെ വേണ്ട, അവിടെ ചരിത്രം പഠിക്കാൻ വേണ്ട. മനസ്സിലായോ? പിന്നെ സുഹൃത്തുക്കളെ, ബ്രിട്ടീഷ് സംഘടന, ബ്രിട്ടീഷുകാര് മഹാനായ കുത്തുബുസ്സമാനായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മഹാനായ മമ്പുറം തങ്ങളുപ്പാപ്പയുടെ മകനായ ബഹുമാനപ്പെട്ട ഫസൽ തങ്ങൾ അല്ലേ,
മഹാനായ ഫസൽ തങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എത്രമാത്രം ആദരിച്ചിരുന്നു, വളരെ ആദരിച്ചിരുന്നു, വല്ലാതെ ബഹുമാനിച്ചിരുന്നു, വല്ലാതെ ബഹുമാനിച്ചിരുന്നു. മഹാനവറുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വിപ്ലവങ്ങളും ആലോചനകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റും അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ഉണ്ടായപ്പോൾ പോലും മാന്യമായി മഹാനവറുകളോട് വന്നിട്ട് മാന്യമായിട്ട് മഹാനവറുകളോട് വളരെ വിനയത്തോടെ താഴ്മയോടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധികാരികൾ അപേക്ഷിക്കുകയും അദ്ദേഹത്തോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്ന പല പ്രയോഗങ്ങളും വാക്കുകളും സംഭവങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഫളലുള്ളാന്റെ കണ്ണിന് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, അന്തള്ളവർക്ക് പറ്റും എന്നർത്ഥം. ഫളലുള്ളവർക്ക് പറ്റിക്കൊള്ളുന്നില്ല, അന്തള്ളവർക്ക് പറ്റും. ഇതൊന്നും അറിയില്ല, ഒന്നും പഠിക്കൂല, എന്നിട്ട് വലിയ ഔലിയാണ് കുത്തുബാണെന്ന് പറഞ്ഞു വരിക, എന്നിട്ട് ആലിമീങ്ങളെ ചീത്തറ. എന്ത് പറയാനുണ്ട് നോക്കെ നിങ്ങൾക്ക്? ആലുവക്കാരെങ്കിലും താഴുണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ പ്രതികരിക്കുക ഈ വിഷയത്തിലൊക്കെ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആരോപണങ്ങൾ. ബ്രിട്ടീഷുകാർ സമസ്ത ഉണ്ടാക്കുമോ സുഹൃത്തുക്കളെ? ബ്രിട്ടീഷ് ഗവൺമെന്റാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഊടും പാവും നൽകിയതെങ്കിൽ സമസ്ത ആഘോഷിക്കാൻ പോകുന്നത് 90-ാം വാർഷികമായിരിക്കില്ല, 400-ാം വാർഷികമായിരിക്കും. എന്റെ പൊട്ട ആലുവ ത്വരീഖത്തുകാരെ. അല്ല, ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് അങ്ങനെയാണ്. ചങ്ങനെ 90-ാം വാർഷികം ആഘോഷിക്കുമോ? എവിടുന്നാ അവനൊക്കെ വണ്ടി കയറിയത്? ഇവൻ വലിയോറിന്റെ ആ ഉള്ളുന്ന കിട്ടുന്ന മിനി ബസ്സിനും കയറേണ്ടി വരും. എന്നിട്ട് അന്ന് അവൻ എന്തൊക്കെയോ തോന്നിയോ അതൊക്കെ മൈക്കിട്ടി പ്രസംഗിക്കുക. കുറെ ഖലീഫമാരും മുരീദന്മാരും ശൈത്താന്മാരൊക്കെ പാടിയിരുന്ന ഇതൊക്കെ ഭയങ്കര കെഷ്ടിന്റെ ഇൽമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് സമസ്തന്റെ ആലിമ്യങ്ങൾക്കെതിരെ കുതിര കയറുക. എന്ത് പൊട്ടത്തറ പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബ്രിട്ടീഷുകാരുണ്ടാക്കുകയെങ്കിൽ ഒരെ നല്ല കാലത്തല്ലേ ഒരെ ഉണ്ടാക്കുക, ഒരു പോകാനായി കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ എന്തിനു സമസ്ത ഉണ്ടാക്കി എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ? അത് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ ഒരു നാമത്തിനാണോ പ്രശ്നം? അതല്ല ആ പ്രവർത്തന ശൈലിക്കാണോ നിങ്ങൾ പ്രശ്നം കാണുന്നത്? എങ്കിൽ അത് മഹാന്മാരായ പൂർവികളുടെ വഴിയാണ്. എങ്ങനെ? ആലിമീങ്ങൾ സംഘമായി ദഅവത്തിന്റെ രംഗോധയിലേക്ക് ഇറങ്ങുക, അതുറപ്പല്ലേ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വലിയൊരു സംഘം ആലിമീങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ വന്നപ്പോ. എന്തേ മഹാനവർക്ക് ഒറ്റക്കണ്ടെന്നാ പോരെ? സംഘമായി പ്രവർത്തിക്കുമ്പോൾ ഒരു ആലിമീങ്ങളുടെ സംഘത്തിനുണ്ടാ പ്രത്യേകതയല്ലേ? ആലിമീങ്ങളുടെ ഒരു സംഘമാകുമ്പോൾ പിഴവുകൾ സംഭവിക്കില്ല. അള്ളാഹുവിന് പ്രത്യേകമായ ഹിഫ്ളുണ്ടാവും. പിന്നെ വേറെ കാര്യമായൊരു പ്രശ്നം കേട്ടോ, സുബ്ഹാനല്ലാഹ്. പിന്നെ വേറെ കാര്യമായൊരു പ്രശ്നം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റുപറ്റില്ലത്രേ, തെറ്റുപറ്റിയിട്ടില്ലത്രേ. തെറ്റുപറ്റാത്തൊരു സംഘടനയോ? ഇമാം ഷാഫിഈക്ക് തെറ്റുപറ്റി, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് തെറ്റുപറ്റി, സ്വഹാബികൾക്ക് തെറ്റുപറ്റി, ഔലിയാക്കൾക്ക് തെറ്റുപറ്റി. എന്താ ചങ്ങായി പറയുന്നത്? സമസ്തനെ വിമർശിക്കാനാണെങ്കിൽ എനിക്ക് വേറെന്തൊക്കെ പറയാനുണ്ട്. എന്ത് തെറ്റുപറ്റി എന്നാ ഈ പറഞ്ഞത്? മഹാനായ ഇമാമുൽ ഷാഫിഈ തങ്ങളുടെ ഖദീമായ ഖൗലും ജദീദായ ഖൗലും മഹാനായ ഇമാം ഷാഫിഈക്ക് പിഴവ് പറ്റി എന്ന് വഹാബികളെ കേരളത്തിൽ പ്രസംഗിച്ചിരുന്നത്. പിന്നെ ഇപ്പങ്ങളും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ പോക്ക് എടുക്കാന്നുള്ളത്. എന്നിട്ട് ഓണ് വലിയ ബേജാറ്, സമസ്തക്ക് തെറ്റ് പറ്റാത്തീന്. എനിക്കതാ മനസ്സിലാ, തെറ്റ് പറ്റാത്തീന് കടന്ന് ബേജാറാകുക. ചങ്ങായി, സമസ്തക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത്. സമസ്തക്ക് തെറ്റ് പറ്റൂല എന്ന് സമസ്തക്കാർ പറയുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തെറ്റ് പറ്റുകയില്ല
നമ്മൾ മൈസൂമീങ്ങളാണ് എന്ന് നമസ്കാരം പറയുന്നുണ്ടോ? സുഹൃത്തുക്കളെ നിങ്ങൾ അറിയുന്നത് കേട്ടിട്ട് അങ്ങനെ പ്രസംഗിക്കണേ. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പറ്റിയിട്ടില്ല അതുകൊണ്ടന്നെ പറ്റിയിട്ടില്ല എന്ന് പറ്റിയില്ലെങ്കിൽ തെളിയിക്ക്. അതിനല്ലേ ചേട്ടൻ മുണ്ടും മാറ്റി ഇറങ്ങിയിരിക്കുന്നത്. ഇമാം ഷാഫിഈയുടെയും അബൂ ഹനീഫയുടെയും ഇമാം മാലിക് തങ്ങളുടെയും അഹ്മദ് ബിൻ ഹംബലിന്റെയും 4 മദ്ഹബിലുമുള്ള ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. എന്നിട്ട് അതിൽ ഉൾക്കൊള്ളാവുന്നവയും അതിൽ ഏറ്റവും അനുയോജ്യമായതുമായ വിഷയങ്ങൾ എടുത്തു വെച്ച് അത് സമൂഹത്തിൽ ഞങ്ങൾ വിഭാവനം ചെയ്യും. ഇതൊക്കെയല്ല എന്റെ പെടല്. ഈ പേര് ആലുവക്കാട് വിട്ടതാണ് എന്റെ അടുത്തുണ്ടാക്ക പ്രസംഗം. എന്താണ് 4 ഇമാമിങ്ങളും കിതാബ് എടുത്ത് വെച്ചിട്ട് ഓല് നട്ടുമ്പര് ഈ മൊല്ലമാര് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് എന്ത് ചെയ്യാ, ഇതിന് ഈ സ്വീകരിക്കാവുന്നത് ഇത് പറ്റില്ല, എടാ ഇത് ശരിയാവില്ല, അപ്പൊ പകലുള്ള ഇത് നമുക്ക് സ്വീകരിച്ചൂടെ? അപ്പൊ അബ്ബാസ് അതിപ്പോ ഷാഫി ഇമാമിന് അത്ര തിരിഞ്ഞിട്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞാനാ ഒന്നുകൂടി നോക്കട്ടെ. ഇമാം ഷാഫിക്ക് ശരിക്കും തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, അത് വെച്ചിട്ട് എടുത്തോ. അബുഹാനിക്ക് പറഞ്ഞു വിടപ്പ, അവിടെ മാലിക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പരിശോധിച്ചോട്ടെ. അബ്ബാസ് പരിശോധിക്കുക. എന്നിട്ട് അബ്ബാസ് പരിശോധിക്കും. ഇമാം മാലിക്ക് തങ്ങൾ പറഞ്ഞത് അബ്ബാസ് ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് എല്ലാരും കൂടെ അതിൽ ഒപ്പിടാൻ വേണ്ടി കളരിക്കൽ യൂസുഫിന്റെ അടുത്തൊന്ന് കൊണ്ടുപോകുക. എന്താ ചെയ്യ? ഞാനിതൊക്കെ കേട്ട് കുറെ ചിരിച്ചിട്ടുണ്ട്. ഈ ആദ്യ 2 മുതൽ കേട്ടിട്ട് വലിയ പറയുന്ന ആളെ ഏറ്റാണ് ഞാൻ വിചാരിച്ചിനി. ഇപ്പൊ എനിക്ക് തോന്നുന്നതാണ് അതൊന്നല്ല ശരി. സത്യത്തിൽ ഈ ഖിയാമത്ത് നാൾ അടുത്തിങ്ങനെ വരുമ്പോഴേ ദജ്ജാലികൾക്ക് കടുപ്പം കൂടി വരും. അങ്ങനെ പ്രത്യേകത. കുറെ ചെറിയ ചെറിയ ദജ്ജാലുകളാണ് ആദ്യം വരിക, കുട്ടി ദജ്ജാലുകൾ. ദജ്ജാലൂന ഗസാബൂനാണല്ലേ പറഞ്ഞേ. അപ്പൊ ആദ്യം വരുന്ന ദജ്ജാലുകൾക്ക് ശക്തി കുറച്ച് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാലം കഴിയുമ്പോൾ ശക്തി കൂടിയ ദജ്ജാലുകളാണ് വരിക. ഏറ്റവും കുറച്ച് നേരത്തെ വന്നതാണ്, ഏറ്റവും കുറച്ച് കൂടിയ ദജ്ജാലായിട്ടാണ് കളവ് പറയുന്ന വിഷയത്തിലാണ് ഞാൻ പറയണത് ഇയാളെ കണ്ടിട്ടുള്ളത്. ഏതായാലും ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സമസ്തക്ക് തെറ്റ് പറ്റാത്തതിനാണ് വലിയ നിങ്ങൾ അതിന് വേജാറായിട്ട് കാര്യം. ചങ്ങായിമാർ അതിനാണ് ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ആലിമീങ്ങൾ മുശാവറ ബോർഡ് യോഗം ചേർന്ന് ഒരു വിഷയത്തിൽ വലിയ വലിയ കർമ്മശാസ്ത്ര നിപുണരായ പണ്ഡിതന്മാർ, ഞങ്ങൾ സൈനുൽ ഉലമനെ വിചാരിച്ചിരുന്നത് അത് എന്റെ ആ കോണം കുത്തി യൂസുഫാൻ എഴുതിയോ? സൈനുൽ ഉലമയെ കുറിച്ച് എന്താ വിചാരിച്ചത്? കേരളത്തിലെ അറിയപ്പെട്ട ഒരു ഫഖീഹ്, മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ സർട്ടിഫൈ ചെയ്ത കർമ്മശാസ്ത്ര നിപുണനായ പണ്ഡിത വരേണ്യരാണ്. പണ്ഡിത തറവാട്ടിലെ കാരണവരായ ഞങ്ങളുടെ വന്യനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. ആ മുഖത്തേക്കാണ് നോക്കിയാ പോരെ ആ ഇൽമിങ്ങനെ തെളിഞ്ഞു കാണാൻ. ഇത് അന്റെ യൂസുഫ് 15 കൊല്ലം കാട്ടിലിരുന്നാണ്ട് ഇറങ്ങി വന്നൊക്കെ അല്ല, മനസ്സിലായോ? 15 കൊല്ലം കാട്ടിലിരുന്ന് ഇറങ്ങി വന്നതല്ല. ഇത് കിതാബ് ഓദ്യം പഠിച്ചതാ, വിരുത്തുള്ള ആര്യങ്ങൾ. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോ തെറ്റ് പറ്റാൻ സാധ്യത കുറവ് തന്നെയാണ്. അതിന് തന്നെയാണ് ആലിമീങ്ങളുടെ ഒരു സംഘത്തെ. പഴയ കാലത്തൊക്കെ ആലിമീങ്ങൾ 1-2 ആൾ മതിയായിരുന്നു. പിന്നെ ഇൽമിന്റെ അളവ് കുറഞ്ഞു വരില്ലേ. അപ്പൊ ഒരു ആലിമുള്ളോടത്ത് 2 ആൾ വേണ്ടി വരും. പിന്നെ കുറച്ചും കൂടി കാലം വരെ 2 ആളുള്ളോടത്ത് 20 ആൾ വേണ്ടി വരും. പിന്നെ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ 40 ആൾ വേണ്ടി വരും. ഇപ്പൊ ഇതൊക്കെയല്ലേ ഉള്ളത്, അന്നപ്പോലത്തോടൊക്കെയല്ലേ വലിയ കുത്തുബുകള്. ഈ ഒരു സമാനിൽ 40 മൗര്യന്മാര് വേണ്ടി വരും. അപ്പൊ ഇതിന് പ്രശ്നം എന്താ? അതൊക്കെ സ്വാഭാവികമല്ലേ? എന്തായാലും പ്രശ്നം. പിന്നെ ആലിമീങ്ങൾക്ക് അനുസരിച്ച് വഴിപ്പെട്ട് നിൽക്കാൻ തന്നെയാണ് ഖുർആന്റെ കൽപ്പന. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. ആലിമീങ്ങളെ പിന്നിൽ നിൽക്കാനാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ നിങ്ങൾക്ക് ബേജാറ്? പിന്നെ എന്താ പ്രശ്നങ്ങളെ? നിങ്ങളെ പ്രശ്നം അതൊന്നുമല്ല. നിങ്ങളെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങൾ കള്ളന്മാരാണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. അതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം. അപ്പൊ നിങ്ങളിപ്പോ ഞങ്ങളെങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു ചങ്ങായി ഒരു കള്ളനെ പിടിച്ചാൻ പോയ കഥ ഉണ്ട്. വേറെ കാര്യം പറയുമ്പോ കഥ ഓർമ്മ വരിക. സൂത്തുപരാൻ ഈശോ നല്ലതല്ലേ? ഹലോ അല്ലെ, കഥയൊക്കെ പറയുമ്പോ എന്താ അറിയോ, ഒരു കഥക്കൊക്കെ എന്താ മാർക്കറ്റ് ചെയ്തിട്ടങ്ങള് ഒരു കഥ പറയുമ്പോ നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ഒരു കഥ പറയുമ്പോഴേ ആ കഥ നഷ്ടപ്പെടും. ഒരു കഥയൊക്കെ ഉണ്ടാക്കാനുള്ള പാട് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ഇവിടെ മൈക്കിലൊന്ന് പറഞ്ഞു നോക്കണം, അപ്പോഴേ ഒരു കഥ ഉണ്ടാക്കാനുള്ള പാട് മനസ്സിലാവും. ഏതായാലും എന്റെ ഒരു അയൽവാസിയൊക്കെ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിയ സംഭവമുണ്ട്. ഇയാള് കള്ളനെ പിടിക്കാൻ പോയി. രാത്രി ഇതിലുള്ള സംഭവം, ഇത് കഥയല്ല, അത് യഥാർത്ഥാണ്. രാത്രി ഇയാളുടെ വീടിനൊരു ഗ്രില്ല് തീരുന്നു. ആ പുറത്ത് ലൈറ്റിൽ ഒരാളിങ്ങനെ ഒരാളുകൾ മറയുന്ന ഇയാളുടെ ഭാര്യ കാണും. അപ്പൊ ഇയാൾ നോക്കുമ്പോ ഒരു കള്ളൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇയാൾ പൊതുവെ ആളത്ര ധൈര്യവാനൊന്നുമല്ല. എന്തായാലും അവനാന്റെ പെണ്ണുങ്ങളുടെ അടിയിൽ ഒരു ധൈര്യം കാട്ടാൻ ഏതാൾക്ക് മോഹം ഉണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനെ ആരും സ്വന്തം ഭാര്യന്റെ അടിയിൽ ഒന്ന് ഷൈൻ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ അതാരും പാഴാക്കൂല. അപ്പോ ആളെ പേര് ഞാൻ പറയണില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഇയാള് ആഹാ എന്റെ വീട്ടിലാടാ ഈ കക്കാൻ കയറിയിരിക്കണമെന്ന് ചോദിച്ചാണ്ട് ഇയാള് ഗ്രില്ലൊക്കെ ഒരു ബഹളോ ഒരു ഒറ്റ തുറക്കലൊക്കെ ഇട്ട് ഇയാളൊരു ഒറ്റ ഓട്ടം. കള്ളൻ പിന്നാലെ ഓടി, കള്ളൻ ഓടി, കള്ളന്റെ പിന്നാലെ ഇയാൾ ഓടി. അപ്പൊ എല്ലാരും വിചാരിച്ചു, ഇയാളെ ഭാര്യയും അടക്കം എല്ലാരും വിചാരിച്ചു, കുറച്ചോനെ ഫുലാനിപ്പോ ഇത്രയൊക്കെ ധൈര്യം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോണ്ട് പോയിലാർ സ്കൂളിൽ ഇങ്ങോട്ട് തന്നെ വാങ്ങിയിരുന്നു. അപ്പൊ എന്താ കള്ളം കുറച്ചാൽ പോയി. പിന്നെ ഇരുട്ടത്തെത്തിയപ്പോ കള്ളം നേരെ കത്തിയും കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ് വന്നു. അതിലേറെ സ്കൂളിൽ ഇങ്ങോട്ട് ഓടി. എന്ന പോലെ ഇവരിപ്പോ എന്താ ചെയ്യുക, കള്ളന്മാർക്ക് സാധാരണ ഒരു പരിപാടി ഉണ്ട്. അവർ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചോനെ കൂട്ടിന് പിടിച്ചിട്ട് ഇവനാണ് കള്ളൻ എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്ന പോലെ ആലുവക്കാര് കള്ളന്മാരാകുന്നുള്ളത് സമസ്തക്കാര് മനസ്സിലാക്കി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ സമസ്തനെ എങ്ങനെയെങ്കിലും ഇവരാണ് കള്ളന്മാര് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങള് ചങ്ങായിമാരെ ഇവിടെ കാലങ്ങൾ കുറെ ഈ പണിയെടുത്തുകൊണ്ടിരിക്കണം. കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് സമസ്തയെ അറിയാം, മതമുള്ളവനറിയാം, മതമില്ലാത്തവനറിയാം. നേരത്തെ നിങ്ങൾ പറഞ്ഞ അച്യുതാനന്ദൻ നിങ്ങളുടെ ശേഖ് അച്യുതാനന്ദൻ അടക്കം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നന്നായി അറിയാം. കേരളത്തിലുള്ള നിയമപാലകർക്ക് സമസ്തയെ അറിയാം, ഭരണാധികാരികൾക്ക് സമസ്തയെ അറിയാം, കേരളത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് സമസ്തയെ അറിയാം. കാരണം 90 വർഷം, ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ ആയുസ് ഈ കേരളത്തിന്റെ മണ്ണിൽ ദീനി ദഅവത്തിന്റെ രംഗത്ത് സ്തുത്യർഹമായ ലോകത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് സമസ്തയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാ പറയുമ്പോ ആൾക്കാർ നിങ്ങളെ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. ആകെ തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ജനങ്ങളുടെ ഇടയിൽ ഒന്ന് താറടിച്ച് കാണിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തെറിയാനുള്ള ഒരു ശ്രമവുമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഇത്തരം ആളുകൾ പലരിൽ നിന്നും അച്ചാരം വാങ്ങി ചെയ്യുന്ന ജോലിയാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല, ഒരു സംശയമല്ല. കേരളത്തിൽ ഇവരുടെ രീതി, ഇവരുടെ സ്വഭാവം, ഇവരുടെ പ്രവർത്തന ശൈലിയൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്നതാണ്. സമസ്തയെ ജനങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ ആളുകൾ പ്രബുദ്ധരാണ്. പ്രബുദ്ധ മുസ്ലിം കൈരളിയുടെ ജനഹൃദയങ്ങളിൽ നിന്നും സമസ്തയെ പറിച്ചെറിയാൻ ഒരു കപട വേഷധാരിക്കും സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ ശർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖനെ ഹഖ്ഖായി സ്വീകരിച്ച് ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി തള്ളിക്കളഞ്ഞ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി